ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ചക്ക കൊണ്ട് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചക്ക പഴംപൊരി പോലെ പൊരിക്കുന്നതാണ്. ഇതിവിടെ മൈദപ്പൊടിയിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ആട്ടപ്പൊടി കൂടി എടുക്കുന്നുണ്ട്. ആട്ടയോ ഗോതമ്പ് പൊടിയോ എന്തായാലും ഇതുമില്ല. എൻ്റെ ഗോതമ്പ് പൊടി തൽക്കാലം തീർന്നത് കാരണം ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് മിക്സും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർക്കണം. ഇത് ഞാൻ രണ്ടും മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ മൈദ നമുക്ക് അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് ഞാൻ മൈദ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാകുമ്പം വലിയ കുഴപ്പമില്ല. എന്നാലും പലഹാരം കുറച്ചും കൂടെ ടേസ്റ്റി ആവണമെങ്കിൽ മൈദ കൂടെ വേണ്ടത് കൊണ്ട് മൈദയും കൂടെ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, രണ്ടിലും ഉണ്ടാക്കാം. വേണമെങ്കിൽ ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ചേർത്തിരിക്കുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പഞ്ചസാര ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വെല്ലത്തിലും ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. ഞാനത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ആവണമല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇനി ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം ചക്കയൊക്കെ നല്ല ക്ലീനാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചക്ക കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അത് ആ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് പൊരിച്ചെടുക്കുന്നതാണ് സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്. പഴുത്ത ചക്കയാണെന്നാൽ ചിലപ്പോൾ ഈ മഴ പെയ്തിട്ട് വെള്ളം കയറിയ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫ്ലേവർ വരുന്ന ചക്ക ഉണ്ടാവും. അതൊക്കെ പ്ലെയിനായിട്ട് തിന്നാൽ നമുക്ക് എന്തോ പോലെ ആയിരിക്കും. ആ ചക്കയൊക്കെ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് തിന്നാനൊക്കെ ഒരു ഇഷ്ടം തോന്നും. കുറച്ചും കൂടി ഒരു പലഹാരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. നല്ല ടേസ്റ്റ് ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സൂപ്പറാണ്. ഞാൻ പഴംപൊരിയുടെ അതേ മിക്സിൽ തന്നെ മുക്കിയെടുത്തിട്ട് പൊരിക്കുന്നതാണ് വീഡിയോ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചക്ക ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പഴംപൊരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതാണ് ഇത്രയും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ കഴിച്ചിട്ട് എല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റിലായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ അതാ പഴംപൊരിയും നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഞാൻ അടച്ചു വെച്ചപ്പോൾ അവിടെ എത്തുമ്പോൾ ചമ്മി പോയിട്ടുണ്ടായിരുന്നു, അങ്ങ് ചതഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പഴംപൊരി കുറച്ച് ചക്ക ഇതുപോലെ പൊരിച്ചെടുത്തതുകൊണ്ട് രണ്ടും കൂടെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.